Python programming. Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ലാബ് പൈത്തൺ പ്രോഗ്രാംസ് ആണ്. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം റൈറ്റ് എ ഫംഗ്ഷൻ ടു കമ്പ്യൂട്ട് GCD ആൻഡ് LCM ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, ആ നമ്പറിന്റെ GCDയും അതുപോലെ LCMഉം കണ്ടെത്താൻ. എന്നിട്ട് ഫംഗ്ഷൻ എഴുതി വേണം ചെയ്യാൻ. റൈറ്റ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എഴുതണം, അതിന്റെ കമ്പ്യൂട്ട് ടു GCD ആൻഡ് LCM ഓഫ് ടു നമ്പേഴ്സ്. നോക്കാം, സോഴ്സ് കോഡ് നോക്കാം വിത്ത് ഫംഗ്ഷൻ. പ്രോഗ്രാം കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ അതൊന്ന് സേവ് ചെയ്യാം. സേവ് ലൈബ്രറീസ് ഡോക്യുമെന്റ് GCD ആൻഡ് LCM പൈത്തൺ ഓക്കെ. ഇത് പൈത്തൺ പ്രോഗ്രാമാണ്. ഇപ്പൊ ഡെഫിനിഷൻ നമ്മൾ ഇത് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫംഗ്ഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ DEF എന്നാണ്, ഡിഫൈൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഏതാണ്? ഫൈൻഡ് GCD ആണ് ഫംഗ്ഷൻ നെയിം. AB രണ്ട് വാല്യൂസ്, എയും ബിയും രണ്ട് വാല്യൂസും ചെയ്യുന്നത്. അതിനകത്ത് GCD ഫസ്റ്റ് സെറ്റ് ചെയ്തു, 1 എന്ന് സെറ്റ് ചെയ്തു. ഫോർ I ഇൻ റേഞ്ച് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. റേഞ്ച് 1, A+1 എന്നാണ് ഒരു വേരിയബിൾ കൊടുത്തത്. ഫസ്റ്റത്തെ വാല്യൂ A അല്ലെ, ആ ഫസ്റ്റത്തെ നമ്പർ +1 സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം if A mod I is equal to 0 and B mod I is equal to 0, രണ്ടും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഫസ്റ്റ് വാല്യൂ അല്ല, അതിന്റെ വാല്യൂ ഫസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ ലിമിറ്റ് ആയി സെറ്റ് ചെയ്യുന്നത് A+1, ലോവർ ലിമിറ്റ് 1. അപ്പൊ അതുകൊണ്ട് മോഡ് I ഈക്വൽ ടു 0 ആൻഡ് ബി മോഡ് I ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ GCD I ആക്കി സെറ്റ് ചെയ്യും. അതോടുകൂടെ GCD റിട്ടേൺ ചെയ്യും. ഇതാണ് ഈ ഫംഗ്ഷൻ. ദെൻ അതിന്റെ നെക്സ്റ്റ് ഐറ്ററേഷനിൽ 2 എന്നുള്ള ഐറ്ററേഷൻ വരുമ്പോൾ വീണ്ടും എക്സിക്യൂട്ട് ആവും, 3 ഐറ്ററേഷൻ വീണ്ടും എക്സിക്യൂട്ട് ആവും. അതിന് അപ്പർ ലിമിറ്റ് A+1 വരെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് അത് എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ GCD വാല്യൂ എന്താണോ അത് തിരിച്ച് റിട്ടേൺ ആവും. ഓക്കെ, ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് അത് വർക്ക് ചെയ്യില്ല അല്ലെ. ഫംഗ്ഷൻ ഏതെങ്കിലും ആരെങ്കിലും കാൾ ചെയ്യണം, ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. ഒരു ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രമാത്രം. കൂടെ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക ഇവിടെ നിന്നാണ്. ഫസ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻഡ് ഇൻപുട്ട് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം, ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് വാല്യൂസ് ആണ് ഈ റീഡ് ചെയ്യുന്നത്. അതൊരു ഇൻറ്റിജർ ആണ്, ഫസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഇൻഡ് ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ. രണ്ട് നമ്പർ റീഡ് ചെയ്തു, അത് എയും ബിയും. ശേഷം പ്രിന്റ് ചെയ്യാൻ പറയുന്നത് HCF അല്ലെങ്കിൽ GCD ഓഫ് %D. എന്താണ് ഈ പെർസെന്റേജ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, GCD ഓഫ് ഫസ്റ്റ് എന്നാണ് ഫസ്റ്റ് %D വരുന്നത്, ആൻഡ് സെക്കൻഡ്. അപ്പൊ നമ്മൾ കൊടുത്ത രണ്ട് വാല്യൂസ് ഉണ്ടാവും, ഫസ്റ്റ് സെക്കൻഡ് ആണ് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ളത് കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ എയും ബിയും, സപ്പോസ് ആ വാല്യൂ 2 അതുപോലെ 2 ആണെങ്കിൽ അതിന്റെ വാല്യൂ 2 ആണ് ഫസ്റ്റ് വരിക. GCD ഓഫ് 2 ആൻഡ് 8 ഈസ്, ഈ മൂന്നാമത്തെ D എന്ന് പറഞ്ഞ കണ്ടന്റ് നോക്കി ഇവിടെ, ഫൈൻഡ് GCD ഓഫ് ഫസ്റ്റ് സെക്കൻഡ്. ഇത് ഫംഗ്ഷൻ കോളിംഗ് ആണ്. ഫൈൻഡ് GCD ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന ഫൈൻഡ് GCD എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യും. ഇതാണ് ആ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എക്ക് വാല്യൂ കിട്ടി, ബിക്ക് വാല്യൂ കിട്ടി. അതോടുകൂടി എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം കോഡ് ഇവിടെ എക്സിക്യൂട്ട് ആവും. അത് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം GCD എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് മാത്രമേ പ്രിന്റ് ചെയ്യും. അതിവിടെ D വാല്യൂസ് പ്രിന്റ് ചെയ്തു. അപ്പൊ 2 8 GCD ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ശേഷം LCM is equal to, ഒരു വേരിയബിൾ ആണ് LCM is equal to ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡ് തന്നെ രണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ GCD ഓഫ് ഫസ്റ്റ് സെക്കൻഡ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, LCM കിട്ടും. ദാറ്റ് ഈസ് LCM ഓഫ് 2 ആൻഡ് 8 is equal to ഇവിടെ കിട്ടുന്ന വാല്യൂ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഈ LCM എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടുന്ന വാല്യൂ അതെന്താണോ അത് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ്. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ ഓപ്പൺ ആക്കി അവിടെ ഉണ്ടാവും നമ്മൾ ചെയ്ത GCD ആൻഡ് LCM എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ. ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മൗസ് കൊണ്ട്, അതിനുശേഷം എഡിറ്റ് IDLE അല്ലെ, അതിൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്റർഫേസ്. ഇതിന്റെ സെയിം കോഡ് ആയിട്ടാണ് അടുത്ത കണ്ടറിലെ സെയിം കോഡ് അവിടെ ഉള്ളത് കണ്ടോ, DEF ഫൈൻഡ് GCD സെയിം. ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ റൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഫയൽ എക്സിക്യൂട്ട് ആവും കണ്ടോ. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, ഞാനിവിടെ 2 എൻ്റർ ചെയ്തു. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 8 എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ
GCD of 2 and 8 is 2. LCM of 2 and 8 is 8. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വേറെ വാല്യൂ കൊടുക്കാം. വീണ്ടും എന്ത് ചെയ്യാം? ഇത് എക്സിക്യൂട്ട് ചെയ്യാം. റൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും വരും. ദാറ്റ് ഈസ് 6 എന്നൊരു വാല്യൂ. നമുക്കൊരു 28 എന്ന വാല്യൂ, 27 എന്ന ഒരു വാല്യൂ കണ്ടോ. 3 വന്നിട്ടുണ്ട് GCD. അതുപോലെ LCM 54. ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒരു വാല്യൂ സപ്പോസ് 7 ഒരു വാല്യൂ 69 നെക്സ്റ്റ് വാല്യൂ. GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണ്. അതുപോലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 483 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.